സ്വാഗതം. വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ പോളറൈസേഷൻ എന്ന ടോപ്പിക്കിൻ്റെ റിവിഷനാണ്. അപ്പോൾ ഓർഡിനറി ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷൻസ്. ഇത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഓർഡിനറി ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെയ്ൻസ് ഓസിലേഷൻസ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. ഓർഡിനറി ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡിറക്ഷനിലും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. So this ordinary light is called unpolarized light. A light wave in which electric field vector oscillates in more than one direction is called unpolarized light. Ordinary light is unpolarized because electric field oscillates in all possible directions. അപ്പോൾ നമുക്ക് ഓർഡിനറി ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻസ് എല്ലാ ഡിറക്ഷനിലും ഉണ്ട്. അപ്പോൾ ഓർഡിനറി ദിസ് ഈസ് ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇനി ഒരു എക്സ് ഡയറക്ഷനിൽ വേവ് പോകുമ്പോഴുള്ള അൺപോളറൈസ്ഡ് ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ്. അതായത് ആ പ്ലെയിനിന് പാരലായിട്ടുള്ള വൈബ്രേഷൻ ആണ് ഈ ആരോ മാർക്ക് കാണിക്കുന്നത്. ഡോട്ട് കാണിക്കുന്നത് പെർപെൻഡിക്കുലർ വൈബ്രേഷൻ. ഇത് രണ്ടും കൂടെ ചേർന്ന് വന്നാൽ ദിസ് ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. സോ വെൻ ദിസ് അൺപോളറൈസ്ഡ് ലൈറ്റ് പാസസ് ത്രൂ certain crystals, ടോർമലൈൻ പോലത്തെ ക്രിസ്റ്റലിലൂടെ ചില പ്രത്യേക ക്രിസ്റ്റലിലൂടെ അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ കടത്തിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. അതായത് ഇവിടെ നോക്ക്, പാരലലും പെർപെൻഡിക്കുലറും വൈബ്രേഷനുള്ള അൺപോളറൈസ്ഡ് ലൈറ്റിനെയാണ് നിങ്ങൾ ഈ ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യിച്ചത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് പാരലൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലെ ഓർഡിനറി ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പോളറൈസേഷൻ. സോ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളറൈസേഷൻ മീൻസ് റെസ്ട്രിക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഓർഡിനറി ലൈറ്റ് ടു എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. അത് ചില പ്രത്യേക ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഈ പോളറൈസേഷൻ നടത്തുന്നത്. ആൻഡ് ദിസ് പോളറൈസേഷൻ ഷോസ് ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ്. ട്രാൻസ്വേഴ്സ് നേച്ചർ, ലൈറ്റിൻ്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ പോളറൈസേഷനിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു ടോർമലൈൻ ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യിപ്പിച്ചപ്പോൾ അത് പോളറൈസ്ഡ് ആവുന്നത്. അൺപോളറൈസ്ഡ് ആയിരുന്നപ്പോൾ അതിനകത്ത് പാരലലും പെർപെൻഡിക്കുലറും വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു. ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാരലൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. സോ പോളറൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദി ഫിനോമിനം ബൈ വിച്ച് ദി വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻ എ particular plane is called polarization. So polarization is the phenomenon by which vibrations of electric field vectors are restricted in a particular direction. അപ്പോൾ ലൈറ്റിനകത്തെ ഓർഡിനറി ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിൻ്റെ വൈബ്രേഷൻ ഒരു പ്രത്യേക ഡയറക്ഷനിലാക്കി മാറ്റുന്നതിനെയാണ് പറയുന്നത് പോളറൈസേഷൻ. ഓക്കെ, പോളറൈസേഷൻ മനസ്സിലായി. ദെൻ നമുക്കിനി അടുത്ത നോക്കേണ്ടത് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, ഓർഡിനറി ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ട്രാൻസ്പാരൻറ്റ് മീഡിയം. ഓർഡിനറി ലൈറ്റ് ഒരു ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ ഓർഡിനറി ലൈറ്റ് അൺപോളറൈസ്ഡ് ആണല്ലേ. അത് ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ എ പാർട്ട് ഓഫ് ദി ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് അനദർ പാർട്ട് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി മീഡിയം. അപ്പോൾ ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു, വേറൊരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. ട്രാൻസ്മിറ്റ് ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അൺപോളറൈസ്ഡ് തന്നെയാണല്ലേ. അതിൻ്റെ വൈബ്രേഷൻസിൽ ഇങ്ങനെ രണ്ട് ടൈപ്പ് വൈബ്രേഷൻസും ഉണ്ട്. സോ ഇറ്റ് ഈസ് അൺപോളറൈസ്ഡ്. ബട്ട് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് പാർഷ്യലി പോളറൈസ്ഡ്. റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് പോളറൈസ്ഡ് ആയിരിക്കും. So when light is incident on a transparent medium, a part is transmitted to the medium and another part is reflected back to the same medium, and reflected light is partially polarized. കുറച്ച് പോളറൈസ്ഡ് ആയിരിക്കും. ഇനി ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ പോളറൈസേഷൻ എത്ര ആവണമെന്നുള്ളത്, എക്സ്റ്റെൻറ്റ് ഓഫ് പോളറൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ
angle of incidence decides the extent of polarization of the reflected light. അപ്പോൾ for a particular angle of incidence, reflected ray is completely polarized. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ലെറ്റ് ഇറ്റ് ബി പി എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നു. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പിയിൽ ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. റിഫ്ലക്റ്റഡ് ലൈറ്റിൽ ഒരു ഡയറക്ഷനിലെ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് പോളറൈസിങ് ആംഗിൾ. അപ്പം നമുക്കിവിടെ പഠിക്കേണ്ടത് വാട്ട് ഈസ് പോളറൈസിങ് ആംഗിൾ എന്നാണ്. ഇറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് for which the reflected ray is completely polarized. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് പോളറൈസേഷൻ ആൻഡ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്ന്. സോ പോളറൈസിങ് ആംഗിൾ എന്താണെന്ന് നോക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം എ ട്രാൻസ്പാരൻറ്റ് മീഡിയം ഈസ് completely plane polarized. So angle of incidence at which reflected light from a transparent medium is completely plane polarized is called polarizing angle. അപ്പോൾ പോളറൈസിങ് ആംഗിളിലാണ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേ കംപ്ലീറ്റ് ആയിട്ട് പോളറൈസ്ഡ് ആവും. അതിന് നമ്മൾ പി എന്നല്ലേ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ലോ പഠിക്കാനുണ്ട്, ബ്രൂസ്റ്റേഴ്സ് ലോ. കണ്ടോ, ബ്രൂസ്റ്റേഴ്സ് ലോ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, വളരെ സിമ്പിളാണ്. ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത് ടാൻജൻറ്റ് ഓഫ് പോളറൈസിങ് ആംഗിൾ ടാൻ പി ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ. Tangent of polarizing angle is equal to refractive index, and this law is called Brewster's law. നമുക്ക് ഇനി ബ്രൂസ്റ്റേഴ്സ് ലോയുടെ പ്രൂഫ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ഫിഗർ വരയ്ക്കുക. ഒരു റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അനദർ പാർട്ട് റിഫ്രാക്റ്റ് ചെയ്യുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങളിവിടെ കാണുന്നുണ്ട്, തീറ്റ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഓൾസോ ഈക്വൽ ടു എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തീറ്റ. ദെൻ റേ റിഫ്രാക്റ്റ് ചെയ്തു പോയപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആർ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ നമ്മൾ എന്ത് മാർക്ക് ചെയ്തു, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ പ്രൂഫ് തുടങ്ങുന്നത് സ്നെയിൽസ് ലോയിൽ നിന്നാണ്. ബൈ സ്നെയിൽസ് ലോ നിങ്ങൾക്കറിയാം സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എൻ എന്നാണ് പഠിച്ചത്. ബട്ട് ഇവിടെ ഐ ഈക്വൽ ടു തീറ്റ എന്നാണ്. സോ സൈൻ തീറ്റ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ. ഇനി നമ്മൾ ഫിഗറിൽ നിന്ന് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പോളറൈസിങ് ആംഗിളിലാണ് റേ ഇൻസിഡൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോയ റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇതിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അതും ചിലപ്പോൾ ക്വസ്റ്റ്യനായിട്ട് എവിടെയെങ്കിലുമൊക്കെ കാണാറുണ്ട്. വെൻ ദി റേസ് ഇൻസിഡൻറ്റ് അറ്റ് പോളറൈസിങ് ആംഗിൾ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ തീറ്റ 90 ആർ. ഓക്കെ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇങ്ങനെ 180 ഡിഗ്രിയാണ് വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് തീറ്റ പ്ലസ് 90 പ്ലസ് ആർ ഈക്വൽ ടു 180. അപ്പോൾ അവിടെ നമുക്ക് ആർ എഴുതാം. ആർ ഈക്വൽ ടു 180 മൈനസ് 90 മൈനസ് തീറ്റ എന്നാണ്. സോ 90 മൈനസ് തീറ്റയാണ് ആർ കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്നെയിൽസ് ലോ എഴുതി, സൈൻ തീറ്റ ബൈ സൈൻ ആർ ഈക്വൽ ടു എൻ എന്ന് എഴുതി. ഇനി അതിലെ ആറിന് നമുക്കിപ്പോൾ വാല്യൂ കിട്ടി 90 മൈനസ് തീറ്റ. സോ നമ്മുടെ ഇക്വേഷൻ ഇതാ ഇങ്ങനെയാണ്, സൈൻ തീറ്റ ബൈ സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു എൻ. ദെൻ നിങ്ങൾക്കറിയാം സൈൻ 90 മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു എൻ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ എന്ന് കിട്ടി. ദിസ് ഈസ് ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോ അതല്ലേ, ടാൻജൻറ്റ് ഓഫ് പോളറൈസിങ് ആംഗിൾ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഈ പോർഷനിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു ടേം പോളറോയിഡ്സ് ആണ്. പോളറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി മെയ്ഡ് പ്ലെയിൻ ഷീറ്റ്സ് ആണ്.
വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് പോളറൈസ്ഡ് ലൈറ്റ്. പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യലി മെയ്ഡ് ഷീറ്റ്സിനെയാണ് പോളറോയിഡ്സ് എന്ന് പറയുന്നത്. സൺഗ്ലാസ്സിലും ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ പോളറോയിഡ്സ്. ഓക്കെ.